ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അതിഥി വേഷത്തിൽ വന്ന് ഞെട്ടിച്ച ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൂവി ടോക്സ് മലയാളം. മിന്നൽ പ്രതാപൻ മമ്മൂട്ടിയെ നായകനാക്കി ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത് 1988 പുറത്തിറക്കിയ ചിത്രമാണ് മനു അങ്കിൾ. മോഹൻലാലും സുരേഷ് ഗോപിയും അതിഥി വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ SI മിന്നൽ പ്രതാപൻ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജഗതി ശ്രീകുമാർ ചെയ്യേണ്ടിയിരുന്ന SI മിന്നൽ പ്രതാപൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം സുരേഷ് ഗോപിയിലേക്ക് എത്തുകയായിരുന്നു. മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. കർമ്മനിരതനും സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അവിടെ വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. നിനക്കെല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ, അതും എന്നെ. ഞാൻ ആരാന്നറിയാടാ? നീ എല്ലാം ജയിലിലോട്ട് വന്നേക്ക്. നിന്റെ എല്ലാം ഭാര്യയെല്ലാം ഓരോന്നായിട്ട് വരും, എന്നിട്ട് ജയിലിന് അഴിയിടും. നടക്കടാ, ടെററാണ് ഞാൻ, ടെറർ. ഇന്നലെ ശോഭന, ജയറാം, ശ്രീവിദ്യ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇന്നലെ. ഒരു തീർത്ഥാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് സ്വന്തം പേരടക്കം മറന്നുപോയി ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ട മായ എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്നത്. നരേന്ദ്രൻ ഫ്രം ബോംബെ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മ നഷ്ടപ്പെടുന്നതിനു മുമ്പ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്ന ഗൗരി എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായ ഡോക്ടർ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ അവസാന രംഗങ്ങളിൽ ഗൗരിയുടെ ഭർത്താവായ നരേന്ദ്രൻ ഗൗരിയെ അന്വേഷിച്ചു വരികയും എന്നാൽ ഗൗരിക്ക് അയാളെ തിരിച്ചറിയാനാവാതെ പോവുകയും ചെയ്യുന്നുണ്ട്. നിരാശനായി മടങ്ങുന്ന സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ മലയാളികളുടെ മനസ്സിൽ ഒരു തീരാ നോവായി മാറുന്നു. ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ? സുരേഷ് ഗോപി ഗസ്റ്റ് റോളിൽ വന്ന് തകർത്തഭിനയിച്ച് 2 സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള വീഡിയോയിൽ ഗസ്റ്റ് റോളിൽ വന്ന് മറ്റൊരു സിനിമകളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.